ഇവരെല്ലാ ചാനലിലും വന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്, അതിങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ കൊടുത്ത അത് ശരിയല്ല എന്ന് പറഞ്ഞു, ഇത് പറഞ്ഞു, സ്ട്രോങ് ആയിട്ട് എവിഡൻസ് ഇല്ലാതെ വാഗൊണ്ട് പറയുന്ന കാര്യം മാത്രം കോടതിയിൽ നിൽക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ പ്രതികൾ രക്ഷപ്പെട്ടേനെ, എത്രയോ വാദികൾ ശിക്ഷിക്കപ്പെട്ടേനെ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വന്നേനെ. അപ്പൊ അതിലൊന്നും കാര്യമില്ല. സ്ട്രോങ് എവിഡൻസ് ഇവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ സ്വന്തമായിട്ട് ഫേമസ് ആകാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് കരയുക. നമ്മൾ കേട്ടിട്ടില്ല കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന്. ആ ഒരു സെറ്റപ്പ് തന്നെ ഇവർ കാണിക്കുന്നത്. ഇവർ തോറ്റുപോയി, ഇവർക്ക് കഴിവില്ല എന്നുള്ള കാര്യം നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവരുടെ കരിയറിനെ അത് ബാധിക്കും എന്നുള്ളത് കാരണം ഇവരെല്ലായിടത്തും വന്നിരുന്ന് വായ്ത്തോദ്യ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും പരസ്യമായിട്ടൊരു ജഡ്ജിയെ കുറ്റം പറയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ നമ്മളത് കോടതിയോട് കാണിക്കുന്ന ഒരു നിന്നയാണ്. എന്ത് തന്നെയാണെന്ന് നമുക്ക് വിമർശിക്കാം, കുറ്റം പറയും. ഇവർ വിമർശനമല്ല, ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ആ ജഡ്ജിനെ ആണെന്നുണ്ടെങ്കിലും അവർ മോശമായിട്ടുള്ള രീതിയിൽ പ്രഖ്യാപിക്കുക ചെയ്തുകൊണ്ടിരുന്നത്. ഈ ജഡ്ജിനെ തന്നെ അതിജീവിതയുടെ അഭിപ്രായ പ്രകാരമല്ല, അവരുടെ ആവശ്യപ്രകാരമാണ് ഇതേപോലെ ഒരു വനിതാ ജഡ്ജിനെ നിയമിച്ചതല്ല. ദിലീപിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് ദിലീപിന്റെ സുഹൃത്തിന്റെ ഭാര്യയെ ഈ പറയുന്ന ജഡ്ജിയായിട്ട് കൊണ്ട് നിർത്തുകയൊന്നും അല്ല ചെയ്തത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തന്നെ അവർ പറഞ്ഞ പക്ഷം പ്രകാരം വന്ന അവരെ കുറിച്ചാണ് ഇവർ കുറ്റം പറഞ്ഞു നടക്കുക. വിധി വന്നതിന് ശേഷം ഇവരെന്താണ് സ്ഥാപിച്ചത്, എന്താണ് എന്നുള്ള കാര്യമൊന്നും ഇവർക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെ വാദിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക. പിന്നെ എല്ലാ ചാനലിലും ആ ടൈമിൽ ഒരു സീസൺ ആയിരുന്നു ഇവരുടെ. പോയിരുന്നുണ്ട് ആ ചാനലുകളിലെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം കഴിഞ്ഞ് ദിലീപിന് ജാതസേവയാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് സ്വയം കോമാളിയാവുക. ഒന്നില്ലെങ്കിൽ ഇത്ര എഡ്യൂക്കേഷൻ ഉള്ളതല്ലേ, ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, ഇത്രയും ഏജ് ഉള്ളതല്ലേ, അതിനുള്ള ഒരു വിവരം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവരെല്ലായിടത്തും പോയി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ആ സംഭവം വന്നപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എല്ലാം മനസ്സിലായി. ഇവരുടെ കഴിവുകേട് ഈ കേസിൽ നല്ലതുപോലെ വന്നിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ ഇവരിത് മുകളിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു അഡ്വക്കേറ്റിനെ വെക്കണ്ടല്ലോ. അത് ഈ പോഴത്തി പെണ്ണുമ്പിള്ളേനെയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും തോക്കത്തേ ഉള്ളൂ. എന്താണെന്നല്ലോ, അല്ല തോക്കത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ ശിക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചല്ലേ ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് കാരണം വീണ്ടും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇൻസൾട്ട് ആവത്തേ ഉള്ളൂ. എന്തെങ്കിലും അറിയാവുന്ന ഒരാളെ കാശ് കൊടുത്ത്, എന്തായാലും ഇവരുടെയിലൊക്കെ പൈസ ഉള്ളു, അതിജീവിതയാണെന്നുണ്ടെങ്കിലും അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാങ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ക്യാഷ് ഉള്ളവരാ. അപ്പൊ അവർക്ക് നല്ലൊരു വക്കീലിനെ വില പറഞ്ഞ് നിർത്തുന്നതിന് വലിയ പാടൊന്നുമില്ല. അപ്പൊ ഇവരെ മാറ്റുക. അപ്പൊ ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ തൊട്ട്, അതായത് ഈ ടി.ബി. മിനിയുടെ ഈ ഓൺലൈൻ കിടന്നിട്ടുള്ള ഈ പെരുമാറ്റം കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അതിനെതിരെ എനിക്കൊന്ന് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കത് ടൈമും കിട്ടിയില്ല. പിന്നെ ഞാൻ അതങ്ങ് വിട്ടുപോവുകയും ചെയ്തു. ഇന്നത്തെ ഈ സംഭവം വന്നപ്പോഴത്തേക്കാണ് ശരിക്കും ഞാൻ ഇവരുടെ കാര്യം ആലോചിച്ചത്. അപ്പൊ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ 10 പേരെങ്കിൽ 10 പേരെ വീഡിയോസ് കാണുന്ന അവർ തന്നെ ആലോചിച്ച് നോക്കി. ഇതിൽ ദിലീപിനെ ഇഷ്ടമുള്ളവരും കാണും, ദിലീപിനെതിരായിട്ടുള്ളവരും കാണും, അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആൾക്കാരും കാണും. ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ പെണ്ണുമ്പിള്ളക്ക് എന്തെങ്കിലും കഴിവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? ജസ്റ്റ് ഇവരുടെ ടി.ബി. മിനി എന്നും പറഞ്ഞ് ഇവരുടെ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഇവർ പറയുന്ന വിവരക്കേടുകളെല്ലാം കാണാൻ പറ്റും. ആ വിവരക്കേടൊക്കെ കണ്ടിട്ട് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കും ഈ പെണ്ണുമ്പിള്ളക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കഴിവുണ്ടോ, ഈ സംഭവങ്ങളും കൂടെ നോക്കുക. എന്തായാലും ഈ സാധനം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാം. അപ്പൊ നോക്കാം ന്യൂസ് ഒന്ന്. ഓക്കെ.